എല്ലാവർക്കും നമസ്കാരം. ഒരു കമ്പനി വാങ്ങുന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു വലിയ കളിയാ, കോടികൾ മറിയുന്ന ഒരിടപാട്. പക്ഷേ ആ ഒരു കൈ കൊടുക്കലിനപ്പുറം എന്തൊക്കെയായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്? ആ രഹസ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പോ ഒരു കമ്പനി വാങ്ങുമ്പോൾ നമ്മൾ അതിന്റെ ആസ്തികൾ മാത്രമല്ലല്ലോ വാങ്ങുന്നത്. അതിനു കൂടെ എന്തൊക്കെ വരും? ചിലപ്പോൾ കടങ്ങളാവാം, അല്ലെങ്കിൽ നിയമപരമായ കുരുക്കുകളാവാം. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ രഹസ്യങ്ങളും കൂടെ പോരും. അപ്പൊ ചോദ്യം ഇതാണ്: ആ രഹസ്യങ്ങളൊന്നും തലയിലാവാതെ ഒരു കമ്പനിയെ എങ്ങനെ സ്വന്തമാക്കാൻ പറ്റും? ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഡ്യൂ ഡിലിജൻസ്. അപ്പോ എന്താണ് ഈ ഡ്യൂ ഡിലിജൻസ്? സംഭവം സിമ്പിളാണ്. ഒരു കമ്പനിയെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു അടിമുടി പരിശോധനയാണിത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മളൊരു വീട് വാങ്ങാൻ പോവാണെങ്കിൽ വെറുതെ പോയി താക്കോല് വാങ്ങുവോ? ഇല്ലല്ലോ. അതിന്റെ ഭിത്തി, മേൽക്കൂര, പ്ലംബിംഗ് എല്ലാം നോക്കില്ലേ? അതുതന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ ഒരു ബിസിനസ്സിനെയാണ് നമ്മളിങ്ങനെ കീറിമുറിച്ചു പരിശോധിക്കുന്നത്. എന്തിനാണെന്നോ? ആ കമ്പനിയിൽ ഒഴിഞ്ഞിരിക്കുന്ന റിസ്കുകളും അതുപോലെ തന്നെ സാധ്യതകളും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ. ശരി, നമുക്ക് ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ആ $1 ബില്യൺ ഹാൻഡ്ഷേക്ക്. പുറത്തുനിന്ന് കാണുമ്പോൾ ഗംഭീരമായി തോന്നുമെങ്കിലും ഒരു ഡീലിന്റെ ഉള്ളിൽ എന്തൊക്കെ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും? ഒരു കരാർ ഉറപ്പിക്കുന്നതിനു മുൻപ് എന്തിനാണ് ഇത്രയധികം സൂക്ഷ്മമായി പരിശോധിക്കുന്നത്? നമുക്ക് നോക്കാം. പല കമ്പനികളും ശരിക്കും ഒരു മഞ്ഞുമല പോലെയാണ്. നമ്മൾ കാണുന്നത് അതിന്റെ മുകളിലുള്ള ചെറിയൊരു ഭാഗം മാത്രം. അത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും. പക്ഷെ ആ വെള്ളത്തിനടിയിൽ എന്തൊക്കെയാ ഒളിഞ്ഞിരിക്കുന്നത്? ചിലപ്പോ വലിയ നിയമക്കുരുക്കുകളാവാം, അല്ലെങ്കിൽ അടച്ചു തീർക്കാൻ പറ്റാത്തത്ര വലിയ കടങ്ങളായിരിക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പണി ഈ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളൊക്കെയൊന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോ ഈ അപകടങ്ങളൊക്കെ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നോക്കണ്ടേ? അതിന് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ആ കമ്പനിയുടെ അടിത്തറയാണ്. അതായത് അതിന്റെ സാമ്പത്തികവും നിയമപരവുമായ കാര്യങ്ങൾ. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഈ അടിത്തറയുടെ മുകളിലാണ്. നോക്കൂ, ഈ പരിശോധനയ്ക്ക് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് സാമ്പത്തികം. കമ്പനിയുടെ വരവ്, ചെലവ്, കടങ്ങൾ, നികുതി അടച്ചതിന്റെ രേഖകൾ, ഇതൊക്കെ നമ്മൾ അരിച്ചുപെറുക്കി നോക്കും. എന്തിനാണെന്നല്ലേ? കണക്കുകളിലെ വെറും കസർത്തല്ല, കമ്പനിക്ക് ശരിക്കും ആരോഗ്യമുണ്ടോ എന്നുറപ്പിക്കാൻ. ഇനി രണ്ടാമത്തേത് നിയമപരമായ കാര്യങ്ങൾ. കമ്പനി രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ്സ്, ഷെയർ ഹോൾഡിംഗിന്റെ ഘടന, വലിയ വലിയ കരാറുകൾ, പഴയതും പുതിയതുമായ കേസുകൾ, ഇതൊക്കെ കൃത്യമായി പഠിക്കും. ഭാവിയിലൊരു നിയമക്കുരുക്കിൽ ചെന്ന് പെടാതിരിക്കാനാണ് ഈ മുൻകരുതൽ. ശരി, അടിത്തറ ഉറപ്പിച്ചു. ഇനി നമുക്ക് വണ്ടിയുടെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കിയാലോ? അതായത് ഈ കമ്പനി ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിനെയൊക്കെ ആരാണ് ഓടിക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം. ഒരു കാറിന്റെ എഞ്ചിൻ പാർട്സ് ഓരോന്നായി പരിശോധിക്കുന്നില്ലേ? അതുപോലെ തന്നെ കമ്പനിയുടെ ഓരോ ഓപ്പറേഷനും നമ്മൾ വിലയിരുത്തും. സാധനങ്ങൾ എവിടെ നിന്ന് വരുന്നോ, പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഉപയോഗിക്കുന്ന ടെക്നോളജി കൊള്ളാമോ, മറ്റു കമ്പനികളുമായുള്ള കരാറുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ബിസിനസ് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ടു പോകണമെങ്കിൽ ഇതെല്ലാം ക്ലിയറായിരിക്കണം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. നമ്മൾ വാങ്ങുന്നത് മെഷീനുകളോ ബിൽഡിങ്ങുകളോ മാത്രമല്ല, നമ്മൾ ഏറ്റെടുക്കുന്നത് ഒരു ടീമിനെയാണ്, അവിടുത്തെ ഒരു കൾച്ചറിനെയാണ്. അപ്പോ ആ ടീമിലെ പ്രധാന ആളുകളാരാണ്? മൊത്തം എത്ര ജീവനക്കാരുണ്ട്? അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എങ്ങനെയുണ്ട്? എത്ര പേര് ജോലിയിൽ തുടരുന്നു? എത്ര പേര് പിരിഞ്ഞു പോകുന്നു? പിന്നെ തൊഴിലാളി യൂണിയനുകളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതൊക്കെ അറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഓക്കേ, അപ്പൊ നമ്മൾ ഇത്രയും നേരം കമ്പനിയുടെ അകത്തുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഇനി നമുക്ക് പുറത്തേക്കൊന്ന് കണ്ണോടിക്കാം. ഈ വലിയ മാർക്കറ്റില് ഈ കമ്പനി എവിടെയാണ് നിൽക്കുന്നത്? ഭാവിയിൽ ഇതിന് വളരാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? ഈ മാർക്കറ്റില് ഈ കമ്പനിക്ക് എത്രത്തോളം പിടിയുണ്ട്? നോക്കൂ, ഈ ചാർട്ട് അതാണ് കാണിക്കുന്നത്. മാർക്കറ്റിന്റെ എത്ര ശതമാനം ഇവരുടെ കയ്യിലാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. ഇവരീ ഫീൽഡിലെ ഒരു വമ്പനാണോ അതോ ഒരു ചെറിയ കളിക്കാരൻ മാത്രമാണോ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇവരുടെ എതിരാളികളുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും ഓരോ കമ്പനിയുടെയും ശക്തി എവിടെയാണ്, ദൗർബല്യം എവിടെയാണെന്നൊക്കെ. ഈ മാർക്കറ്റിലെ മത്സരം എത്രത്തോളം ടഫാണെന്ന് ഇതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് ഭാവിയിലേക്ക് നോക്കാം. ഒരു ബിസിനസ് ഇന്ന് നല്ലതാണെന്ന് കരുതി നാളെയും അങ്ങനെ ആകണമെന്നില്ലല്ലോ. അപ്പോ ഇവരുടെ പുതിയ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും എങ്ങനെയുണ്ട്? ഇവർക്ക് സ്വന്തമായി എന്തെങ്കിലും ടെക്നോളജിയുണ്ടോ? സൈബർ അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് സുരക്ഷാ സംവിധാനങ്ങളാണുള്ളത്? ആളുകളുടെ ഡാറ്റ സംരക്ഷിക്കാൻ എന്ത് ചെയ്യുന്നു? പിന്നെ പരിസ്ഥിതി സൗഹൃദപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെല്ലാം നാളത്തെ വെല്ലുവിളികളെ നേരിടാൻ ഈ കമ്പനി എത്രത്തോളം റെഡിയാണ് എന്ന് നമുക്ക് കാണിച്ചു തരും. അപ്പോ നമ്മള് വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു.
എല്ലാ കണ്ടെത്തലുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആ നിർണായകമായ തീരുമാനമെടുക്കാനുള്ള സമയമാണ്. ഈ ഡീലുമായി മുന്നോട്ടു പോകണോ അതോ ഇവിടെ വെച്ച് നിർത്തണോ? ഇതാണ് നമ്മുടെ ഫൈനൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഒരു വശത്ത് നോക്കിയാൽ കമ്പനിക്ക് നല്ല ബ്രാൻഡ് വാല്യൂ ഉണ്ട്, കസ്റ്റമേഴ്സ് വിട്ടുപോകുന്നില്ല, സ്വന്തമായി ടെക്നോളജിയുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങൾ. പക്ഷെ മറുവശത്ത് തീർപ്പാക്കാത്ത കേസുകൾ കിടക്കുന്നു. ഒരുപാട് ജീവനക്കാർ പിരിഞ്ഞുപോകുന്നുണ്ട്. പിന്നെ ഒരൊറ്റ സപ്ലയറെ മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രശ്നവുമുണ്ട്. അപ്പോൾ ഗുണവും ദോഷവും മുന്നിലുണ്ട്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കണ്ടെത്തിയ ഈ കാര്യങ്ങളെല്ലാം ഡീലിന്റെ വിലയെ നേരിട്ട് ബാധിക്കും. നമ്മൾ കണ്ടെത്തിയ റിസ്കുകൾ കാരണം ചിലപ്പോൾ വില കുറയ്ക്കാൻ സാധിക്കും. അതേസമയം നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നേട്ടങ്ങൾ കണ്ടാൽ വില കൂടാനും സാധ്യതയുണ്ട്. അവസാനമായി നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമുണ്ട്. ഈ ഡ്യൂ ഡിലിജൻസിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ കമ്പനി നമ്മുടെ ലക്ഷ്യങ്ങളുമായി, അതായത് നമ്മുടെ സാമ്പത്തികവും പ്രവർത്തനപരമായ ലക്ഷ്യങ്ങളുമായി യോജിച്ചു പോകുന്നുണ്ടോ? അപ്പോ നമ്മുടെ ചെക്ക്ലിസ്റ്റ് റെഡിയായി. എല്ലാ റിസ്കുകളും സാധ്യതകളും നമ്മുടെ കൺമുന്നിലുണ്ട്. ഇനി വരുന്നത് ഏറ്റവും കടുപ്പമുള്ള ഭാഗമാണ്. നിങ്ങളായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഈ ഡീൽ ഉറപ്പിക്കുമോ?